എല്ലാരും വിശന്നിരിക്കല്ലേ. ചക്കരപ്പൊതുവാളെ നമുക്ക് അങ്ങോട്ട് ഉണ്ണാം. അപ്പൊ ദേവൻ അവൻ എവിടെങ്കിലും പോയി പെട്ടിട്ടുണ്ടാവും. കല്യാണത്തിന് താലി കെട്ടണ നേരത്തെ മുങ്ങിയ ആളല്ലേ. തെരഞ്ഞു പിടിച്ച് കല്ല് ഷാപ്പെന്ന് പൊക്കിയെടുത്തുകൊണ്ടൊന്നല്ലേ ചടങ്ങ് നടത്തിയത്. ജന്മശത്രുക്കളാ പുത്രന്മാരായി ജനിക്കാന്ന് പണ്ടാരോ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ഇപ്പൊ സത്യായി. വരിക, എല്ലാരും വരിക. മോനെ ഇപ്പൊ നമ്മളെ കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കോ കള്ളുകൂടിയന്മാരാണെന്ന്. എവിടെ അച്ഛനന്മാര് റോട്ടി കയറുന്നോണ്ട് അങ്ങനെ തെറ്ററിയാൻ വഴിയില്ല. കേവലത്തിൽ ധൈര്യമായിട്ട് കയറണോ ഞാനില്ല കൂടെ. ഇപ്പൊ വെയിലോതെന്നിലാവോ മോഴും വെള്ളം കിട്ടിയാ പറഞ്ഞു. നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും. അങ്ങനെ തന്നെ ആരോടെ നിങ്ങളോടൊക്കെ പണിക്ക് വരാൻ? ഞാള് തമ്പ്ര. പേടിക്കണ്ട, ഇന്ന് പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ ഷഷ്ടിപൂർത്തിയാ. അതായത് നിങ്ങളുടെയൊക്കെ ജന്മിയായ വലിയ പൊതുവാളിന്റെ 60-ാം പിറന്നാൾ. അതറിയോ നിനക്ക്? വലിയ വലിയ കാര്യങ്ങൾ ഞാളെങ്ങനെ അറിയാൻ ചെറിയാൻ ഇപ്പൊ അറിഞ്ഞല്ലോ. അത് മതി. മാസേ പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ പിറന്നാളിന് പാടത്തെ പണിക്കാർക്ക് എങ്കിലും അവധി കൊടുക്കണ്ടേ? ലീവ് മാത്രല്ല കലാപരിപാടികളും വേണം. എല്ലാം കൂട്ടി അങ്ങോട്ട് കൊഴിപ്പിക്കാൻ എല്ലാരും വരിക. പോയി കള്ളുമായി എന്നിട്ട് എന്റെ പെണ്ണൊരു ടിക്കറ്റ് 2 ചവിട്ട് കൊടുക്കും. നീ കള്ളു കുടിക്കാം. കുറുമ്പിയമ്മേ, തീർന്നല്ലോ എന്തേലും കാശ്. ഇരിക്കട്ടെ കുറുമ്പിയമ്മയ്ക്ക്. വേണ്ട ചെറിയമ്പ്ര, അങ്ങനെ പറയരുത്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ മുണ്ടും തുമ്പും പിടിച്ച് ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഒരുപാട് പാട്ട് പാടി തന്നിട്ടുണ്ട് പൊന്ന കുറുമ്പിയമ്മന്റെ. ഓർമ്മ ഉണ്ടോ കുറുമ്പിയമ്മയ്ക്ക് ആ പാട്ട്? കുറുമ്പയ്ക്ക് പാടാൻ തവലം കിട്ടാനൊക്കെ വേണോ? ഒന്ന് പാടന്റെ മുത്ത് കുറുമ്പിയമ്മല്ലേ. ഓർമ്മ വരുന്നില്ല അമ്പ്രാൻകുട്ടി. എന്റെ അമ്പ്രാൻകുട്ടി ഒന്ന് പാടിയേ, കുറുമ്പിയമ്മ ഒന്ന് കേക്കട്ടെ. ഇപ്പൊ ഞാൻ പാടിയേ ശരിയല്ല. പാടമ്പ്രാൻകുട്ടി, ശരിയാവും. പല്ലാവൂർ പടിപ്പരയിൽ ആഘോഷം ഇല്ലാത്തോണ്ട് ശ്രീകണ്ഠ പൊതുവാളിന്റെ ഷഷ്ടിപൂർത്തി ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങോട്ട് ആഘോഷിച്ചു. എടാ വിരോധമുണ്ടോ? എന്താ മോനെ നീ ഇങ്ങനൊക്കെ? വേണ്ട, ഉപദേശിക്കണമെന്നില്ല. ശങ്കര പൊതുവാളിന് വിവരണ്ട് എന്റെ അമ്മായിയപ്പനായതിനു ശേഷം. എനിക്ക് ലജ്ജ തോന്നുന്നു മുമ്പിൽ നിൽക്കാൻ. അയ്യോ, ഉടുമുണ്ടില്ലേ അളിയാന്റെ അകത്ത് ഉണ്ടല്ലോ. ഈ കാണുന്ന പാടത്തോടും പഠിപ്പിലേക്കൊക്കെ മേലെ ഒരു ഈശ്വരനുണ്ടെന്ന് മറക്കണ്ട. കർമ്മഫലം അനുഭവിക്കാണ്ടിരിക്കില്ലേ നീ? ആ മോനെ. അവിടെ ആരും ഇല്ലേ? അവിടെ ആരും ഇല്ലെന്ന് പൂർത്തിയാകുന്ന കാര്യം മറന്നല്ലേ? എന്റെ അപ്പവേ, ഇതെന്താ പറ്റിയത്? എവിടെയെങ്കിലും വീണോ നീ? ഇതൊന്നും പറ്റിയിട്ടില്ല. നാരണോ? അപ്പോ ഇന്നെങ്കിലും നിനക്കിതൊന്നും ഒഴിവാക്കാറുന്നില്ലേ? അച്ഛനോട് സമ്മതിച്ചല്ലേ ഉണ്ണാൻ വരാന്ന്? ഞാൻ പക്ഷെ വഴിയിൽ വിട്ടുപോയി. അറിയോ നിനക്ക്? വസുന്ധരയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നിരുന്നു, കാത്തിരുന്നു ഇത്ര നേരം. വിശിഷ്ടാതിഥികളെ പാടത്ത് വെച്ച് ഞാൻ കണ്ടു. എന്നെ കുറെ ഉപദേശിച്ചു, ശപിച്ചു. ഉളുപ്പും മാനവും ഉള്ളവർക്കല്ലേ ഉപദേശവും ശാപവും ഒക്കെ ഏൽക്കൂ. ക്ഷമിക്കണം എന്നോട്. മോഹം ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഒരുപിടി വറ്റുവാരി ഉണ്ടണമെന്ന്. ഈശ്വരന്മാര് സമ്മതിച്ചില്ല. ഇത് സ്വീകരിക്കണം. പ്രാണനെ പോലെ കെട്ടിപ്പറഞ്ഞുകൊണ്ട് വന്നതാ. ഭാഗീരഥി, ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. എന്നെ തെക്കോട്ട് എടുക്കുമ്പോ ഇവൻ സ്ഥലത്തില്ലാച്ച എന്റെ മുഖത്ത് മൂടാലോ.
എത്ര ശ്രമിച്ചിട്ടും കഴിയണില്ല ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ. ഒത്തുകഴിഞ്ഞ പുസ്തകം പോലെ ആയിപ്പോയില്ല എന്റെ ജീവിതം. മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും കൈവിട്ടു പോകുക നന്മകളൊക്കെ. ഈ കിരാതമൂർത്തിയുടെ തലയിൽ എടുത്തി വീഴാൻ പ്രാർത്ഥിച്ചോളൂ. അച്ഛന്റെ വാക്ക് പാലിക്കാതിരിക്കില്ല. ഇതെന്തോന്ന് നട്ടുച്ചയ്ക്ക് നീരാട്ട്? കുളിക്കാൻ അങ്ങനെ നേരവും കാലൊക്കെ ഉണ്ടോ സക്കറിയ? ആരാ പുതിയ പുള്ളി? നമസ്കാരം. ഒരാരാധകന, പേര് ചന്ദ്രബാനു, തൃശ്ശൂര സ്വദേശം. ആളീ കാണുന്നവരൊന്നും അല്ല ദേവേട്ടാ. 10-32 ബസ്, പാഴ്സൽ സർവീസ്, 3-4 ബാറ്, ജുവലറി, എല്ലാറ്റിനും പുറമെ അന്നാട്ടുകര പൂര കമ്മിറ്റിയുടെ പ്രസിഡന്റുമാ. ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. പിന്നെ ഒരു റിക്വസ്റ്റുമായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. ആണോ? ഒരു തായമ്പക വേണം അരനാട്ടുകര പൂരത്തിന്. അരനാട്ടുകര പൂരത്തിന് പല്ലാവൂർ ദേവനാരായണന്റെ തായമ്പക നടക്കില്ല സക്കറിയ. അറിയാം, കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടായത്. ഈ തവണ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വേറെ പോലീസുകാരെ നിർത്തിയിട്ടാ കുറെ പൂരം. പോലീസും പട്ടാളവും കാവല് നിന്നിട്ട് പല്ലാവൂർ ദേവനാരായണൻ കൊട്ടുകയെ ഏത് അരനാട്ടുകാരക്കാരനാടോ താൻ? ഇതിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്, മേലാന്ന് പറയല്ലേ. ഇനി ഒരിക്കലും കയറി ചെല്ലാന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു പൂരപ്പറമ്പാ അത്. അത് ദേവേട്ടാ, ഈ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? ശരി, സമ്മതിച്ചിരിക്കണോ? പൊയ്ക്കോളൂ. അപ്പൊ അഡ്വാൻസ് അതൊക്കെ പിന്നീട് മതിയോ? അപ്പൊ എങ്ങനെയാ ദേവേട്ടാ വൈകിട്ട്? കുറച്ചു ദിവസത്തേക്ക് നിർത്തി പള്ളി പോയി പറഞ്ഞാ മതി, വിടത്തില്ല ഞാൻ. അപ്പൊ വൈകിട്ട് കാണാം. ആയിക്കോട്ടെ. വരട്ടെ. ആള് ശുദ്ധനാട്ടാ. ഇഷ്ടമല്ല സക്കറിയ പറഞ്ഞപ്പോ ആ പൂരത്തിന് ഏറ്റവും എന്തിനാ? മറന്നോ നീയെ? ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവത്തിന് കൊട്ടാൻ പോയ ആ രാത്രി ഒരു നിസ്സാര കാര്യത്തിന് നമ്മുടെ നേരെ വന്ന ജനങ്ങളെ മുഴുവൻ നേരിട്ടത് ഇവനാ, ഈ സക്കറിയ. അന്ന് ഇവനെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ രക്ഷിക്കാൻ. ആ കടപ്പാട് എനിക്ക് അവനോടുണ്ട്. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും.